പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വലിയൊരു സ്വപ്നവുമായിട്ട് വീട് വിട്ടിറങ്ങുകയാണ്. എന്താണെന്നറിയാമോ? ഒരു പുരോഹിതനായി കർത്താവിൻ്റെ തിരുശരീരവും രക്തവും പരികർമ്മം ചെയ്ത് ദൈവജനത്തിന് കൊടുക്കുന്ന ഒരു വൈദികനാകണമെന്ന ആഗ്രഹത്തോടെ. നമ്മുടെ ചുറ്റുപാടുമുള്ള എത്രയോ മക്കളാണ് അങ്ങനെ പുരോഹിതനാകാൻ താല്പര്യം കാണിച്ച് ജീവിതം തിരഞ്ഞെടുത്തു പോകുന്നവർ. അങ്ങനെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കൂടെപ്പിറപ്പിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് 10-12 വർഷം നീണ്ടു നിൽക്കുന്ന സെമിനാരി പരിശീലനമാണ്. ഓരോ സെമിനാരിക്കാരൻ്റെയും മനസ്സിലെ വലിയ പ്രതീക്ഷയാണ് ഒരിക്കൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിശുദ്ധ അൾത്താരയെ സമീപിക്കണമെന്നുള്ളത്. എന്നിട്ട് ഈ പരിശീലനത്തിൻ്റെ പാതി വഴിയിൽ എവിടെയോ മരണം കാർന്നെടുത്ത ചില വൈദിക വിദ്യാർത്ഥികളുടെ ജീവിതം കേൾക്കുമ്പോഴും ഓർക്കുമ്പോഴും സങ്കടമാണ്. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് നഷ്ടപ്പെടുന്നത്, ഒരു ചെറുപ്പക്കാരൻ്റെ പ്രതീക്ഷ. നമുക്ക് ബുദ്ധിയുടെ തലത്തിൽ ഇതിന് ഉത്തരവില്ല പ്രിയമുള്ളവരെ. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് മരണം വഴി ഈ ലോകം വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദൈവശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിച്ചിട്ട് ജീവിതത്തിൻ്റെ പാതി വഴിയിൽ ഈ ലോകം വിട്ടു പോകേണ്ടി വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ, അവരുടെ ആത്മാക്കളെ നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലപില്ലാത്ത തിരുശോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.